പിന്നെ ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരും വൃത്തിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എനിക്ക് കാൻഡിഡ് ആയിട്ട് ഒരു ഫോട്ടോ വേണമെന്നാണ്. ഞാൻ വിജയ് സാറിനെ നോക്കുന്നു, വിജയ് സാർ എന്നെ നോക്കുന്നു, ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പോയി നിന്നത്. പക്ഷെ ഞാനിങ്ങനെ പുള്ളിനെ നോക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഡേയ്. പിന്നെ ലോകേഷ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ പോലെ തന്നെയാണ്, വളരെ കാഷ്വൽ ആണ്. പുള്ളിക്ക് അറിയാം നമ്മളെവിടെന്നാ വരുന്നത് അല്ലെങ്കിൽ പുള്ളി എവിടെന്നാ വന്നതെന്നുള്ളത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ്. ഈ ഒരു കാസ്റ്റിംഗ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു ലക്കാണല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ അയച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. മേ ബി ഞാനത് ഷെയർ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടില്ല. അവരുടെ വേദനകൾ ഇന്നും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നു. ഇന്നും ഞാനത് ബ്രോയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഞാനത് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലൊരു വിങ്ങലായിട്ട് തന്നെ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് താമി. അവർ നിന്നെ എന്തെങ്കിലും ചെയ്തരോ? എനിക്ക് ഫസ്റ്റ് ഷോട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ സീൻ വെച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് തുടങ്ങിയ വേദനയാണ്. അതായത് ഒരു കളങ്കമില്ലാത്ത ചിരിയാണ് അവരുടെ മുഖത്ത്. നമ്മൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സമയത്ത് അവർ നമ്മുടെ മുഖത്ത് നമുക്ക് ശരിക്കും നോക്കാറില്ല. അവർ താഴെ നോക്കിയിട്ടാണ് സംസാരിക്കുക. പിന്നെ അന്ന് സമരം നടക്കുന്ന സമയത്തായാലും നിങ്ങൾ അതിൻ്റെ ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ അവർ മാക്സിമം വയർ ഇറുക്കി കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് തോർത്താണ്. ആ ഒരു പെയിൻ, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. പ്രണവ് ടി ഓഫ് എന്നുള്ളത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് ഇട്ട പേരാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ കോളേജിൽ പോയ സമയത്ത് ഫസ്റ്റ് ഡേ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രണവ് ടെലിഫോൺ എന്നാണ് വിളിച്ചത്. അപ്പോൾ കുറെ കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ട്. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്, ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇത് ആരംഭിച്ചു. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. 12 വർഷം, അതായത് ഒരു വ്യാഴവട്ടക്കാലം, അത്രയുമാണ് പ്രണവിന് കാത്തിരിക്കേണ്ടി വന്നത് ഒരു ബ്രേക്കിംഗ് കിട്ടാൻ. എത്ര കാലം നമ്മൾ പരിശ്രമിക്കണം ഒരു ബ്രേക്കിംഗ് കിട്ടാൻ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാവുകയാണ് ഈ നടൻ. പ്രണവാണ് ജോയിൻ ചെയ്യുന്നത് നരിവേട്ടയിലെ വിജയത്തിന് ശേഷം. നമസ്കാരം. നമസ്കാരം. 12 വർഷം, അത് വലിയൊരു കാലയളവായിരുന്നു. അതെ, വലിയൊരു കാലയളവ്. ഇൻ ദ സെൻസ് നമുക്ക് ഇതുപോലൊരു മേഖലയിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട് നമ്മളോടുത്ത ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു കാലയളവല്ല. ബട്ട് എങ്കിലും ആ ഒരു ട്രാവലിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും ഇതെല്ലാം കൂടെ തന്നെയാണ് അതിൻ്റെ ഒരു കൂട്ടുമുതൽ എന്നൊക്കെ പറയുവാണെങ്കിൽ. ഇവിടെ ഇത്രയും വർഷത്തെ ഒരു ട്രാവലിൽ നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിൻ്റെ ഒരു ലവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇത്രയും ദിവസത്തെ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് 12 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവ് തന്നെയാണ്. പക്ഷെ സിനിമ മേഖലയിൽ നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് അത് അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ മേഖലയിലെ ശ്രമത്തിൽ 12 വർഷം ഒരു ചെറിയ കാലയളവാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനേക്കാളും എത്രയോ ട്രൈ ചെയ്ത് ഇനിയും എത്തിപ്പെടാൻ പറ്റാത്തവരും ഇപ്പോഴും കീപ് സ്ട്രഗ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഞാൻ അറിഞ്ഞ് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. സോ എനിക്കിതൊരു ഷോർട്ട് ടൈമിൽ തന്നെ കുറച്ചായിട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ്. ഈ നരിവേട്ടയിൽ അഭിനയിക്കുന്ന സമയത്ത് അതിന് മുമ്പ് വരെയും ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത, അതായത് സിനിമയുടെ ഒരു വലിപ്പത്തിനനുസരിച്ച് പ്രാധാന്യമില്ലാത്ത വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മൾ ഡയലോഗ് പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ നമുക്കൊരു പ്രാധാന്യം ഉണ്ടെന്ന് സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും ആ സെറ്റിൽ വെച്ച് കാണിച്ചു തുടങ്ങും. നമ്മുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടും ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളെപ്പോലെ അന്ന് നിന്ന പോലെ കുറെ ആർട്ടിസ്റ്റുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടാവും. അവർക്ക് അവരുടെ കണ്ണിൽ നമ്മളോടൊരു കൈൻഡ് ഓഫ് ഒരു ആദരവ് പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം പോലെ വരും. അത് പ്രണവിന് നരിവേട്ടയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ തമിഴിലാണ് പ്രോജക്ട്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മാസ്റ്റർ പോലെയുള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പം നരിവേട്ടയിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൂട്ടുകാർ ഇപ്പം എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെ മാറിയിട്ടുണ്ട്. അതായത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ നമ്മുടെ ഒരു ഗ്രോത്ത് ലെവൽ അവർ നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അടിയാർത്താമി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നം ഉണ്ടല്ലോ അതിൽ, ഫിസിക്കലി മാത്രമല്ല. ഒരാളുടെ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ മാനസികം കൂടിയാണ്. നമ്മൾ ഇതുവരെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല, ആ ഭാഷ നമ്മൾ ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല, ആ മനുഷ്യരുടെ ഭക്ഷണം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല, അവരുടെ വേദനയുടെ സങ്കല്പങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ്? ഫിസിക്കലി മുടി വളർത്തി അല്ലെങ്കിൽ ട്രിംഡായി അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇപ്പോഴും ഈ നിമിഷം വരെ നരിവേട്ടയെക്കുറിച്ച് ആരെന്നോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ വിങ്ങൽ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓടിയെത്താറുണ്ട്. കാരണം നമ്മൾ നരിവേട്ട എന്ന പ്രോജക്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു സിനിമ റിലീസായ ശേഷം ആ ജനങ്ങൾ അത് ഏറ്റെടുത്ത ശേഷം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. സോ നരിവേട്ടയിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടറിനെ കുറിച്ചുള്ള ആ ഒരു ഡെപ്തും അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്ക് അനുരാട്ടം പറഞ്ഞു തന്നിരുന്നു. പിന്നെ ആ ജനങ്ങളുടെ കൂടെ ഇടപഴകുന്ന സമയത്ത് നമുക്കത് കിട്ടിയിരുന്നു. പക്ഷെ എങ്കിലും എനിക്കിന്നും താമിയെ
ഓർക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഞാനത് സ്ക്രീനിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ അതിനെക്കുറിച്ചുള്ള ഇത് കാണുമ്പോഴോ ഏത് നരിവേട്ടയായിട്ട് കണക്ട് ആകുന്ന സമയത്തും എനിക്കൊരു ഇമോഷണലായിട്ട് എനിക്കത് എന്നും ഓർക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരു കാര്യമാണ്. സോ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് നരിവേട്ട എന്ന് പറഞ്ഞ ആ ഒരു ഇത് വരുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലേക്ക് അങ്ങനെയാണ് ആ ഒരു വിങ്ങലായിട്ട് തന്നെയാണ് അത് കയറുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിലൊക്കെ എന്തുകൊണ്ട് അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്, ചിരിക്കുമ്പോൾ ഭംഗിയുണ്ട് ഒന്ന് ചിരിച്ചുകൂടെ. പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം നരിവേട്ട എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മകൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് ചിരി കട്ടായി പോകുന്നത്. കാരണം അവരെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിരിയല്ല വരുന്നത്. അവരുടെ വേദനകൾ ഇന്നും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നു. ഇന്നും ഞാനത് ബ്രോയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഞാനത് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലൊരു വിങ്ങലായിട്ട് തന്നെ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് താമി എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് രേഖകളില്ല, അവരിവിടെ ജീവിച്ചിരുന്നോ മരിച്ചിരുന്നോ എന്നുള്ള രേഖകളില്ല, അല്ലെങ്കിൽ അവരനുഭവിച്ച വേദനകൾ എവിടെയും ഡോക്യുമെന്റ് ചെയ്യുകയോ അതിനുള്ള ശിക്ഷകളൊന്നും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആളുകൾ അതിന് കാരണക്കാരായവർ ശിക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടിയിരുന്ന ഒരുപാട് പണമൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ല. എന്താലോചിക്കുമ്പോഴോ വല്ലാത്തൊരു പിടിച്ച് കുലുക്കുന്ന വേദന തോന്നാറ്. എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടുന്നതില്ല, അല്ലെങ്കിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കുന്നതിനേക്കാളും എനിക്ക് ആ മനുഷ്യരെ ഓർക്കുമ്പോൾ തന്നെ വേദനയാണ്. കാരണം അതായത് ഒരു കളങ്കമില്ലാത്ത ചിരിയാണ് അവരുടെ മുഖത്ത്. നമ്മൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സമയത്ത് അവർ നമ്മുടെ മുഖത്ത് നമുക്ക് ശരിക്കും നോക്കാറില്ല. അവർ താഴെ നോക്കിയിട്ടാണ് സംസാരിക്കുക. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വേദന തുടങ്ങുന്നത്. എന്തുകൊണ്ട് അവർ താഴെ നോക്കി സംസാരിക്കുന്നു? കാരണം അവർ കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആകുന്ന സമയത്തേ നമ്മുടെ കണ്ണിലേക്ക് അവർ നോക്കി സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അവർ മനസ്സ് തുറന്ന് സംസാരിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും ഒരു ബാക്ക് അടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പുറകിലേക്ക് മാറി നിന്ന് സംസാരിക്കാൻ അങ്ങനെ ഉള്ള ഒരു മൂഡിലാണ് അവർ ഇപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് മനുഷ്യരായിട്ട്. അത് ഞാൻ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് സിനിമ കഴിഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പോയിന്റ് വരെ അവർ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. സോ അത് തന്നെയാണ് അവരുടെ മെയിൻ വേദന എന്ന് പറയുന്നത്. എനിക്കത് എന്നാലോചിക്കുന്ന സമയത്തും ഇനി ഇതൊക്കെ മാറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ നമ്മൾ പല രീതികളിലായിട്ടും പല മീഡിയങ്ങളിലായിട്ടും നമ്മളത് പറയുന്നുണ്ട്. എങ്കിലും അവരുടെ ആ ഒരു വേദന എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ്. എനിക്ക് ആ തുടക്കം മുതലേ, അതായത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ താമിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് വെച്ച സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഏത് ഒരു പോയിന്റിലാണ് നിങ്ങൾക്ക് വേദനയായിട്ട് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലൈമാക്സിലാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെ, അല്ലെങ്കിൽ ക്ലൈമാക്സിലാണ്. അല്ല, എനിക്ക് ഫസ്റ്റ് ഷോട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ സീൻ വെച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് തുടങ്ങിയ വേദനയാണ്. പിന്നെ ആ വേദന തന്നെയാണ് ആ വേദനയുടെ വെയിറ്റ് ആ ഒരു രീതി പോലും മാറാതെ അല്ലെങ്കിൽ ഒരളവ് പോലും കുറയാതെ തന്നെയാണ് ക്ലൈമാക്സ് വരെയും അത് എത്തി നിന്നതും ഇന്നും ഞാനത് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വേദനയാണ് ആ മനുഷ്യരുടെ അടുത്ത് നിന്ന് ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് തന്നെയാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഷോട്ടും? ഫസ്റ്റ് ഷോട്ടാണ് പോലീസ് സ്റ്റേഷൻ ഷോട്ട്. ആ ഷോട്ട് തന്നെയാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്? അതെ. ഫസ്റ്റ് ഷോട്ട് അത് അനുജേട്ടൻ്റെ ഒരു രീതിയായിരുന്നു. ഈ ക്യാരക്ടർ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങി പോവാം, ക്യാരക്ടറിലേക്കുള്ള ഒരു മൂഡ് പിടിച്ച് നമുക്ക് പോവാന്ന് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് ഷോട്ട് ചെയ്തത് തന്നെ താമിയുടെ ആ വെറ്റില്ലാത്തോട്ടവും അടക്കിയെടുക്കുന്ന സീനും പിന്നെ അതിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും. അതിനുശേഷം നമ്മൾ ഷഫിൾ ചെയ്ത് ഷൂട്ട് ചെയ്തു. പിന്നെ സ്റ്റാർട്ടിങ് കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ്. സോ എനിക്ക് ആ ഇമോഷൻ അവിടെ നിന്ന് തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. ഏകദേശം 3 മാസത്തോളം അവരായിട്ട് ഇടപഴകിയതിന്റെ ഒരു പ്രതിഫലനമാണ് പ്രകടനത്തിൽ വന്നതെന്ന് ചില സാധനങ്ങളൊക്കെ വായിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തയ്യാറെടുപ്പിന് വേണ്ടി 3 മാസം നീക്കി വെക്കാനൊക്കെ അനുരാജേട്ടൻ സമ്മതിച്ചു. ആ പ്രോസസ് എങ്ങനെ എത്തിപ്പെട്ടെ? അനുരാജേട്ടൻ ആക്ച്വലി നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് പുള്ളിക്കാരന് ഫസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഒറിജിനലായിട്ടുള്ള അവിടുത്തെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. സോ എന്നെ അതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തുന്ന സമയത്ത് നീ ഒരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് തോന്നരുത്, അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിന് തോന്നരുത്, ഓഡിയൻസിന് തോന്നരുത് എന്നൊരു പോയിന്റ് ഫസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ളൊരു തയ്യാറെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജുകളും പിന്നെ അവരുടെ രീതി, അവർ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഒബ്സർവ് ചെയ്യേണ്ടി വന്നിരുന്നു. ബട്ട് എനിക്ക് ഇമോഷണലി എനിക്ക് ഇവരുമായിട്ട്, അതായത് കുറച്ച് താഴെ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഒരുപാട് ഇടപഴകിയിട്ടുള്ള ഒരാളായത് കാരണം എനിക്ക് അവരുടെ ഇമോഷൻ ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അവരുടെ മനസ്സിലെന്താണെന്നുള്ളത് എനിക്ക് അവർ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് മരം കയറുന്ന പോലെയുള്ള അല്ലെങ്കിൽ മുറുക്കാൻ ചവയ്ക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ചെന്ന് ആ ഒരു റിഹേഴ്സലും പരിപാടികളൊക്കെ ആയിട്ട് ചെയ്തത് ഈ മരം കയറുന്ന പരിപാടി, അതിനുള്ള കുറച്ച് പരിപാടി, പിന്നെ ഈ ഡോഗോ ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് സെഷൻസ് അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുമ്പേ നമ്മൾ പോയി അവരുടെ കൂടെ തന്നെ, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി വയനാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തു. എനിക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ഊരുകളിലൊക്കെ പോയി അവരുടെ ഒരു രീതിയും അവരുടെ കൾട്ടിവേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി അങ്ങനെയുള്ള കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അവിടെ പോയത്. പിന്നെ ലാംഗ്വേജ് ആയാലും അവർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പണിയർ ഭാഷയാണ്. സോ അതിനുള്ള കുറച്ച് അതായത് നമുക്ക് എഴുത്തില്ലല്ലോ, അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ സ്ക്രിപ്റ്റ് ഇല്ല, അതെ, അവർക്ക് എഴുത്തായിട്ട് ലിപിയായിട്ടില്ല. സോ അതിന്റെ ഒരു സ്ഫുടത എങ്ങനെ വരും, അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ ചെറുതായിട്ട് മാറ്റിപ്പോയാൽ അതിന്റെ അർത്ഥം മാറിപ്പോകും. സോ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുമ്പേ പോയിരുന്നു. അത് നല്ലപോലെ വർക്ക്ഔട്ട് ആയിരുന്നു. ഫൈറ്റ് സീക്വൻസുകളുടെ ഒക്കെ ഗംഭീരമായിരുന്നു, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ അവിടുത്തെ ആളുകൾ ഡോഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വിധം, അപ്പൊ ആ ഡോഗിന് ഒരു തുടലില്ല, അവരെ പോലത്തെ ഒരാളായിട്ട് തന്നെ ആ ഡോഗിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു ഈസിനെസ് വരണല്ലോ, അതിലേക്ക് എങ്ങനെ എത്തി? അതുപോലെ ഈ മുറുക്കാൻ ചവയ്ക്കുന്നതിലേക്ക്, ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില കല്യാണങ്ങളിലേക്ക് സദ്യ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മുറുക്കാൻ എടുത്ത് ചവച്ചിരിക്കും. നമ്മളെപ്പോഴും അങ്ങനെ മുറുക്കാൻ ചവയ്ക്കുന്ന ആളുകളായിരിക്കില്ല, സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിനകത്ത് അത് എടുത്തിടുന്നത് എത്രയോ കാലമായിട്ട് അയാൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അയാളുടെ ചെറുപ്പം മുതലേ ആ മുറുക്കുന്ന ശീലം അയാൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിനെസ് ഉണ്ട് ഇതിനകത്ത്, ഒരു റിസ്ട്രെയിൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള ഇതൊക്കെയും ആ 3 മാസ കാലയളവിൽ പഠിച്ചെടുത്തതാണോ? അതെ, അതായത് അവര് സ്മോക്ക് ചെയ്യാറില്ല. നമ്മള് ബേസിക്കലി നമുക്കിപ്പോ ഒരു താഴെയുള്ള ആള് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കുന്ന പോകുന്ന ആള് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു ശീലങ്ങളും നമ്മൾ കണ്ടുവരും. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു തീരെ അതായത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത്തിരി പ്രായമായ ആളാണെങ്കിലും അവരത് ചെയ്യാറില്ല. കാരണം അവരുടെ സ്റ്റാമിന അത് ബാധിക്കുന്നുണ്ട്. അവർ റെഗുലർലി ചെയ്യുന്ന വർക്കിന്, അതായത് മരം കയറുന്ന പോലെയുള്ള വർക്കും കാടിനകത്ത് വേട്ടയ്ക്കൊക്കെ പോകുന്ന സമയത്തായാലും എപ്പോഴെങ്കിലൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഈ അതായത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് അവർ ഡെയിലി ചെയ്തു വരുന്നത്. ഇപ്പൊ കൾട്ടിവേഷൻ ആണെങ്കിലും ഭയങ്കര ഹാർഡ് വർക്ക് ആണ്. സോ അങ്ങനെയുള്ള പരിപാടി അവർ ചെയ്യുന്ന സമയത്ത് അവർ സ്മോക്ക് ചെയ്യാറില്ല. ഇതേപോലെ തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു മീനവനായിട്ട് ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, മീൻപിടുത്തക്കാരായിട്ട്. അവരും സ്മോക്ക് ചെയ്യാറില്ല. കാരണം അവർക്ക് കൂടുതൽ സ്വിം ചെയ്യേണ്ട പ്രോസസ്സ് ആവശ്യം വരുന്ന കാരണം അവർക്ക് അതിന്റെ സ്റ്റാമിന ആവശ്യമുണ്ട്. സോ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ 2 വീഡിയോ എടുത്ത് കത്തിക്കും എന്നുള്ള ഒരു രീതിയല്ല. ഇവർക്ക് വേറെ രീതിയാണ്. ഇവർക്ക് മുറുക്കാനാണ് അവരുടെ ആ ഒരു പാക്കറ്റും അതിനകത്ത് വെച്ചേക്കുന്ന അടക്കിയും അത് പൊളിച്ച് കഴിക്കുക. അതൊരു ശാസ്ത്രീയത ഉണ്ട് മുറുക്കാൻ കഴിക്കാത്തതിൽ പോലും. അതെ 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 അവരുടെ ഒരു ഡെയിലി റൊട്ടീനും അവർ ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ നോട്ടമൊന്നുമില്ല, ഓൾറെഡി അറിയാം. അതായത് അവരെയാണ് നോക്കുന്നത്, ഈ മുറുക്കാനിലേക്ക് നോട്ടമില്ല. പലപ്പോഴും ഇങ്ങനെ എടുത്ത് അങ്ങനെ നമ്മളിപ്പോ റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ആ അടക്ക പൊട്ടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വെറ്റിലേക്ക് ഒന്ന് റെഡിയാക്കുന്നുണ്ടാവും. അത് അവരുടെ ഡെയിലി റൊട്ടീനായി മാറിയിരിക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് ടൈം പോയി നമുക്ക് ഈ ക്യാരക്ടറുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത ശേഷം ഇവരുടെ റെഗുലർ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ മുറുക്കാനാണ് അവരുടെ ഒരു റെഗുലർ പരിപാടി. അപ്പോൾ നമ്മളോട് ചോദിച്ചു, നമുക്ക് ഈ മുറുക്കാനും ചുണ്ണാമ്പൊക്കെ അളവ് കൂടി കഴിഞ്ഞാൽ വായൊക്കെ പൊള്ളുന്നൊരു രീതിയുണ്ട്. അപ്പോൾ മേക്കപ്പ് ടീമിൽ നമ്മളടുത്ത് പറഞ്ഞു നമുക്ക് ടൂത്ത് ഇനാമൽ പോലെ യൂസ് ചെയ്യാം, പിന്നെ പൗഡർ യൂസ് ചെയ്യാം, അപ്പോൾ നമുക്ക് മുറുക്കാൻ്റെ ഒരു ഇത് കിട്ടും എന്നുള്ളത്. പക്ഷെ എനിക്കിത് ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു, ഈ ടൂത്ത് ഇനാമൽ ഇട്ടുന്ന പരിപാടി. പിന്നെ ഞാൻ അവരായിട്ട് അങ്ങ് ചേർന്നു, വെറ്റില മേടിക്കാൻ തുടങ്ങി, മുറുക്കാൻ തുടങ്ങി. പിന്നെ 45-45ാമത്തെ ദിവസമൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ആ മുറുക്കാനും കിറ്റും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയായിരുന്നു. അത് ഭയങ്കര കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അവർ നമുക്ക് പറഞ്ഞു തരും ഏത് അളവിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചവക്കലും പ്രാക്ടീസൊക്കെ അങ്ങനെ തുടങ്ങി ഒരു 10ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയി. ഏത് സാധനത്തിൻ്റെ കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ വരും, അല്ലെങ്കിൽ ഈ ഷോർട്ടിന് ഇത് യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് തന്നെ അവരുടെ കൂടെ തന്നെ പഠിച്ചാണ്. അത് നമുക്ക് പ്രത്യേകം ഇപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ചേർന്ന് അവർ പറഞ്ഞു തന്ന രീതികളിൽ അത് ഫോളോ അപ്പ് ചെയ്ത് തന്ന കാരണമാണ് അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയത്. ഈ താമി എടുത്തു വെക്കുന്ന ചുവടുകളൊക്കെ വലിയ ചുവടുകളാണ്. ഐ മീൻ ഒരു കാലം വേറൊരു കാലം വെക്കുന്നതൊക്കെ ഭയങ്കര നീട്ടമുള്ള ചുവടുകളാണ്. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരഭാഷയായിരിക്കില്ലല്ലോ അവരുടെ, കാരണം അവർക്ക് പലപ്പോഴും ഇങ്ങനത്തെ വലിയ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചാടിയിട്ടൊക്കെ അല്ല അപ്പുറത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരിക. ചിലപ്പോൾ ഒരു അരുവിയുടെ അപ്പുറത്തൊരു കല്ല് മാത്രമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ.
ഈ നടത്തത്തിൽ ഈ ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട്. അതിന് ഒബ്സർവേഷൻ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഏർപ്പാട്. അത് അനുരാജ് ചേട്ടൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊരു തോർത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനം, അവർ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തോർത്തും. അതായത് അവരൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് തോർത്ത് വേണം. അവർക്ക് ആ തോർത്ത് എടുത്തിട്ട് അവർ ഏത് രീതിയിൽ അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു സാധനം കെട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ പാമ്പ് കടിക്കുന്ന സമയത്താണെങ്കിൽ അവരത് യൂസ് ചെയ്യും. ആ തോർത്ത് അവർ തുടയ്ക്കും. ചിലപ്പോൾ തറയിലിരിക്കുന്ന സമയത്ത് അവിടെ തട്ടും. അവർക്ക് അങ്ങനെ അത് വൃത്തിയൊന്നും അല്ല അത് നോക്കുന്നത്. അവർക്ക് അവരുടെ ഡ്രസ്സിന്റെ കൂടെ അല്ലെങ്കിൽ അതെ അവരുടെ കൂടെ ഉള്ള ഒരു സാധനമാണ്. അതേപോലെ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മള് ഇപ്പോ ചെയറൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഹൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്, നമുക്ക് അവിടെ ഇരിക്കാനാണെങ്കിൽ നമ്മളവിടെ അഴുക്കൊക്കെ ഉണ്ടോ നോക്കും. അവർ അങ്ങനെയുള്ള സ്ഥലമല്ല യൂസ് ചെയ്യുക. അവർ ആദ്യം താഴെ ഇരിക്കും, അവര് നിലത്തായിരിക്കും, അവിടെ ഈർപ്പമാണോ എന്നൊന്നും നോക്കില്ല. ആ തോർത്ത് ജസ്റ്റ് വിരിക്കും, അവിടെ ഇരിക്കും. അതാണ് അവരുടെ കംഫർട്ടബിലിറ്റി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് അവരുടെ അടുത്ത് നോക്കി പഠിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ ആ തോർത്തൊരു മെയിൻ എലമെന്റ് തന്നെയായിരുന്നു. പിന്നെ അന്ന് സമരം നടക്കുന്ന സമയത്തായാലും നിങ്ങൾ അതിന്റെ ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ അവർ മാക്സിമം വയർ ഇറുക്കി കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് തോർത്താണ്. ആ ഒരു പെയിൻ, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈ തോർത്തൊന്നും ഇടുക്കി കെട്ടിക്കഴിഞ്ഞാൽ അതെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒന്ന് ടൈറ്റ് ആകും. ഓൾറെഡി നമ്മൾ മാനസികമായിട്ട് വേറൊരു മൂഡിലായിരിക്കുമല്ലോ ഒന്ന് അവർ ട്രാവൽ ചെയ്തത്. പിന്നെ ഈ തോർത്തും കൂടെ ആണ സമയത്ത് അവർ ഒന്നും കൂടെ ഒന്ന് പവർ ആകും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ആ ക്ലൈമാക്സിന്റെ പോർഷൻസിലൊക്കെ തോർത്ത് വലിച്ചു കെട്ടിയ ഒരു ഇതൊക്കെ എനിക്കൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം. ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ അഭിനയം മനസ്സിലാക്കി കയറുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. 12ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് പോയിന്റിലായത് ഇത് കൊള്ളാം, നമുക്ക് ആ പോസ്റ്ററിലുള്ള ഒരു തലയിൽ എന്നെ കണ്ടാൽ രസമായിരിക്കും, അങ്ങനെ ഒരു ചിന്ത അതെപ്പോഴാണ് വരുന്നത്? 12th ആക്ച്വലി സിനിമയുടെ സെറ്റിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത്. അതായത് സിനിമ എന്താ എന്ന് അറിയണം എന്നുള്ളൊരു കൗതുകമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയൊരു സമയമാണ് +2 എന്ന് പറയുന്നത്. അതിന് മുമ്പേ എനിക്ക് അഭിനയം തുടങ്ങിയിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ പഠിത്തത്തിലൊന്നും വലിയ കോൺസെൻട്രേഷൻ ഇല്ല, നമ്മളൊരു മീഡിയം മൂഡിൽ അങ്ങ് പഠിച്ചു പോകും. പക്ഷേ ഈ യൂത്ത് ഫെസ്റ്റിവലും കലാപരമായ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലൊന്നും വിളിക്കുമല്ലോ, ആരൊക്കെ അഭിനയിക്കാൻ പേര് കൊടുക്കുന്നത് അല്ലെങ്കിൽ കലോത്സവത്തിന്, അപ്പം നമ്മൾ ആദ്യം ചാടി എണീക്കും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്റ്റേജ് ഫിയർ ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പോയി, സ്കൂളിൽ നിന്ന് തന്നെ. പിന്നെ +2 എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. കാരണം കലോത്സവങ്ങളും ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകാൻ, നാഷണലിലേക്ക് പോകുക എന്നുള്ളൊരു പരിപാടിയൊക്കെ അവിടെയാണ്. സോ +2ലേക്ക് വന്ന ശേഷം ഞാൻ ഇത് തന്നെ ഈ കോഴ്സ് അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൂടൊന്നുമില്ല. ഏതാണ് കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ കൊമേഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ കൊമേഴ്സ് സെലക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവങ്ങൾക്ക് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് അവാർഡൊക്കെ കിട്ടണം എന്നുള്ളൊരു മൂഡിലായിരുന്നു. സോ അത് ആ പ്രോസസ്സ് അതുപോലെ നടന്നു. പിന്നെ +2 പുറത്തിറങ്ങുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേറ്റർ വഴി മലർവാടി എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുന്നുണ്ട്, അപ്പൊ അതിലേക്ക് നമുക്ക് പോവാന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ തുടക്കം. അതായത് കലോത്സവങ്ങൾ കളിച്ച പോലെയല്ല, നമുക്ക് സിനിമാ സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 2007 വർഷം അതെ, ആ ഒരു സമയത്താണ് മലർവാടിന്റെ സെറ്റിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതും ആ ഒരു ക്രൗഡ് കാണുന്നതും സിനിമയുടെ ലൈറ്റ് കാണുന്നതും ആ ഒരു മൈക്കിൽ വരുന്ന ആ ഒരു വോയിസ് കേൾക്കുന്നതൊക്കെ ഞാൻ അവിടെ നിന്നാണ്. അപ്പോൾ മലർവാടിയും പോക്കറ്റ് രാജയും വർക്ക് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ക്യാമറയിലേക്കുള്ള ദൂരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതായത് ആരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു AD ഉണ്ട് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഉണ്ട്, ഒരു കോ ഡയറക്ടർ ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളത് പ്രോസസ്സൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും പഠിക്കണം, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഞാൻ അന്ന് കാണുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും ലെജൻസ്. അമ്പിളി ചേട്ടനാണ്, സുരാജ് ചേട്ടനുണ്ട്, സലീം സാറുണ്ട്, ദിലീപ് ഏട്ടനാണ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ദിലീപ് ഏട്ടൻ വരുന്നു സെറ്റിലേക്ക്. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടുക, കൗതുകം കൂടുന്നു. പക്ഷെ നമുക്ക് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സംസാരിക്കാനുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോയി പഠിച്ചതും കോൺടാക്ട്സ് ഒക്കെ കിട്ടിയതും. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സിനിമയിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആരെ കണക്ട് ചെയ്താലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ കുറച്ച് കുറച്ചായി പഠിക്കും. പിന്നെ എനിക്ക് മാസ്റ്റർ എന്നുള്ള സിനിമ കിട്ടിയ സമയത്ത് ഓക്കെ ആയിരുന്നു, ഇതാണ് സിനിമയുടെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയതൊക്കെ മാസ്റ്ററിലായിരുന്നു. പിന്നെ മാസ്റ്റർ റിലീസ് ആയ ശേഷമാണ് എൻ്റെ ഫേസ് ആദ്യമായിട്ട്, ഞാൻ ആദ്യമേ മലർവാടിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ ഫേസ് എവിടെയെങ്കിലും കാണുന്നുള്ളത്. കാരണം ഒരു ക്യാമറ വെച്ച സമയത്ത് അതൊരു സൂം ക്യാമറയാണെന്നുള്ളത് എനിക്കറിയില്ല, അത് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അറിയില്ല. പക്ഷെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പല ഗോഷ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട്, അതായത് ആ സീനോട് സംബന്ധിച്ച്. പക്ഷെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അതൊന്നും ഇല്ല, അത് വേറെ ആരെയോ ഫോക്കസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയത് ഞാൻ മാസ്റ്ററിലാണ് ആദ്യമായിട്ട് സ്ക്രീനിൽ ഫേസ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാമറമാൻ പറയുന്നു കുറച്ച് ലെഫ്റ്റിലേക്ക് വാ, ഇതാണ് നിന്റെ പോയിന്റ് എന്നൊക്കെ പറയുമ്പോഴാണ് ഓക്കെ ഇപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയത് ഞാൻ അവിടെയായിരുന്നു. സോ അങ്ങനെയാണ് ആ ഒരു ട്രാവൽ തുടങ്ങിയത്. പ്രണവിന്റെ ഒരു ജേർണി
നരിവേട്ടയിലേക്ക് ആലോചിക്കുമ്പോഴേ മനസ്സിലാക്കുന്നത് ഇതൊരു മോഷൻ പോസ്റ്റർ ഒരു ഫിലിം എന്തൂസിയസ്റ്റ് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നു, അവിടേക്ക് ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിഞ്ഞു, ഇപ്പൊ അത് വേറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അതിനെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ പ്രണവിന് ഇത് ലക്കായിട്ടാണോ തോന്നിയിട്ടുള്ളത്, അതോ കുറെ കാലങ്ങളായിട്ടുള്ള ശ്രമത്തിന്റെ കാത്തിരിപ്പിന്റെ ഒരു കാര്യം ഈ യൂണിവേഴ്സ് കേൾക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്, അതായിട്ടാണോ, ഏതാ തോന്നുന്നത്? ഭാഗ്യമാണോ അതോ? രണ്ടുമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കും വേണം, നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ ലക്കും ഉണ്ട്. ഈ 3 കാര്യങ്ങളും പ്രോപ്പർലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വർക്ക് ആവുള്ളൂ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രോസസ്സും എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഈ, അതായത് പണ്ടത്തെ പോലെ ഇപ്പോൾ ശ്രീനിവാസൻ സാറ്, തമിഴിൽ ഭാഗ്യരാജ് സാറ്, അങ്ങനെയുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഓഡിഷൻസ് പോകുന്നത് ഡെയിലി രാവിലെ എണീക്കുക, ഭക്ഷണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, ഏത് ഓഫീസിലേക്കാണ് ഇന്ന് നമ്മൾ ഈ ഫോട്ടോ ആയിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അവരുടെ തോട്ട് ആദ്യം വരിക. അതായത് ഡെയിലി ഓരോ ഓഫീസ് അവർക്ക് കയറിയിരിക്കണം, കയറി ഡയറക്ടറെ കാണാൻ പറ്റുമോ ഇല്ലയോ, അവിടുത്തെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് അവർ ഫോട്ടോ കൊണ്ട് കൊടുക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഓഫീസിലും ഫോട്ടോസ് ഡംപ് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രോസസ്സ് അല്ല നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ. നമുക്കിപ്പോൾ ഫോണ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സ്ക്രീനിൽ വരുന്നു. നമുക്ക് സംസാരിക്കണമെന്ന് പറയുന്ന ഡയറക്ടറെ അടുത്ത് നമ്മൾ അവർ ഇൻട്രാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സീൻ എന്നുള്ളതെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അവരിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ ഓഫീസായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കയറി ഇറങ്ങണം എന്നുള്ള ഒരു ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഈസിലി ആക്സസബിൾ ആണ്. സോ ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്നതും അവർക്ക് ഞാൻ എൻ്റെ പ്രൊഫൈൽ ഷെയർ ചെയ്യുന്നതും അവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നരിവേട്ടയും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എനിക്ക് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നിയതുകൊണ്ട്, എനിക്ക് കാർഡും അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇഷ്ടമായതുകൊണ്ടും ഓക്കെ നമുക്കിത് ഷെയർ ചെയ്തേക്കാം എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ജസ്റ്റ് നോക്കുന്നത്, അനുരാജ് ഏട്ടനാണ് ഇഷ്ക് എന്ന് പറയുന്ന സിനിമ ചെയ്ത ആളാണ്. സോ ഇഷ്ക് നോക്കുന്ന സമയത്ത് എനിക്കും റസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂഡ് പിടിച്ചു പോകുന്ന ഒരു ഡയറക്ടർ അല്ല അത്. അപ്പൊ നമുക്ക് കിട്ടുമോ, നമ്മളെ യൂസ് ചെയ്യോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് നരിവേട്ട എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ പുള്ളി എന്തിനാ വെച്ചേക്കുന്നത്, അപ്പൊ ഇതിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു സാധനവും തോന്നി. പിന്നെ മോഷൻ പോസ്റ്ററിന്റെ ഒരു സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, മേ ബി നമുക്ക് ഷെയർ ചെയ്തേക്കാം, അടുത്ത പടത്തിലെങ്കിലും നമ്മളെ നോക്കിക്കോട്ടെ. കാരണം ഞാൻ സൂപ്പർ സിന്തയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്റെ പ്രൊഫൈൽ ഓൾറെഡി ഞാൻ ഫിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അടുത്തതിലേക്ക് വിളിച്ചോട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നതും. അത് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രോസസ്സാണ്, അതെൻ്റെ ഒരു സ്ട്രാറ്റജി പ്രോസസ്സാണ്. നല്ല നല്ല പ്രോജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ടാഗ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ജെയ്ക് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ജെയ്ക് സാറിൻ്റെ മ്യൂസിക് ഇട്ടിട്ട് ഞാൻ ജെയ്ക് സാറിനെ ടാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരനത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് ഞാൻ ചെയ്യും. ബട്ട് നമ്മളിത് ചെയ്തത് കറക്റ്റ് സമയത്തായതുകൊണ്ടും ഈ ഒരു കാസ്റ്റിംഗ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു ലക്കാണല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ അയച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. മേ ബി ഞാനത് ഷെയർ ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടില്ല. സോ ലക്കും നമ്മുടെ ഇപ്പുറത്തുള്ള ഒരു ഹാർഡ് വർക്കും എല്ലാം കൂടി ചേർന്നിട്ടാണ് നരിവേട്ടയിൽ താമി എന്നൊരു പറയുന്ന സാധനം എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഓക്കെ. ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി ഇപ്പോൾ അതിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് ആ റൂട്ട് മാത്രമല്ല, ഇപ്പോൾ എനിക്കിപ്പോൾ ചെന്നൈയിൽ പോയിട്ട് റെഗുലറായിട്ട് ഇരുന്നിട്ട് എല്ലാ ഓഫീസും കയറി ഇറങ്ങാനും എനിക്ക് പറ്റും. പക്ഷേ മലയാളം നമുക്ക് ചെയ്യണം. അപ്പോൾ എറണാകുളത്ത് വന്ന് ആ ഒരു പ്രോസസ്സ് ചെയ്യണത് കുറച്ച് ടാസ്ക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഫോണുണ്ട്. ഫോണിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു, അവർ കാണുന്നു, നമ്മളവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓഡിഷൻ നമുക്ക് കണക്ട് ചെയ്ത് തരുന്നു. അപ്പോൾ ഓഡിഷന് വിളിക്കുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അതായത് ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കോ ഡയറക്ടറിൻ്റെ അടുത്തോ അസിസ്റ്റന്റിൻ്റെ അടുത്തോ, ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വരെ നമുക്ക് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടൊന്നും നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ വരെ പറ്റില്ല. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ഓക്കെ താങ്ക് യു എന്നെങ്കിലും പറയുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ സാധിക്കുന്നുണ്ട്. അതെ, ആ ഒരു രീതിയിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. സോ എത്രയോ പേര് ഞാൻ എങ്ങനെ ചേട്ടാ അവിടെ എത്തുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ല ഈ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത്. ശരിക്കും നമുക്ക് കൊണ്ടുപോയി ഒരാളെ കൊണ്ടുപോയി നേരിട്ട് നിർത്തിയിട്ട് പിന്നെ ചാൻസ് കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനേക്കാൾ മോശം അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവരങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വിഷമമാണ്. കാരണം നമ്മൾ കൊച്ചായിട്ട് എവിടെയെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് തോന്നുന്നത് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യമല്ല. നമുക്ക് നേരിട്ട് കൊണ്ട് നിർത്താൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിന്റെ പ്രൊഫൈൽ നീ ബിൽഡ് ചെയ്യുക, നീ അവരുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവർ തന്നെ തിരിച്ച് നോക്കുന്ന സമയത്ത് നിനക്കൊരു പ്രൊഫൈൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വിളിക്കും എന്നുള്ളൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. ഞാൻ എനിക്ക് അറിയുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ്.
സോ അത് കുറച്ചും കൂടെ വലിയ ചിലവുള്ള കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നെറ്റ് റീചാർജ് ചെയ്യുന്ന നിങ്ങൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പ്രണവ് ടെഫിൻ എന്നല്ലേ മുഴുവനായിട്ട്? പ്രണവ് ടിയോഫിൻ. ഈ ടിയോഫിൻ എന്താ ശരിക്കും? ടിയോഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിന്റിന്റെ പേരാണ്. ഇപ്പൊ എറണാകുളത്ത് പൊന്നൂരിന്തി എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് ടിയോഫിൻ അച്ഛൻ്റെ ഒരു പള്ളിയുണ്ട്. അപ്പൊ എനിക്ക് കുഞ്ഞിതില് എന്തോ ഒരു സിക്നസ് വന്നപ്പോൾ എൻ്റെ അമ്മാമ്മ അവിടെ കൊണ്ടുപോയിട്ട് ഒരു നേർച്ച നേർന്നിട്ട് ഇട്ട പേരാണ് ടിയോഫിൻ എന്നുള്ളത്. അപ്പൊ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പ്രണവ് ടിയോഫിൻ എന്നുള്ളത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് ഇട്ട പേരാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ കോളേജിൽ പോയ സമയത്ത് ഫസ്റ്റ് ഡേ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രണവ് ടെലിഫോൺ എന്നാണ് വിളിച്ചത്. അപ്പോൾ കുറെ കൺഫ്യൂഷൻസ് അവർക്കുണ്ട്. അപ്പോൾ അത് ടിയോഫിനാന്നുള്ളത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഞാൻ നരിവേട്ട തുടങ്ങുന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞത് എൻ്റെ പേര് പ്രണവ് ടിയോഫിൻ എന്നുള്ളത് എന്തായാലും രജിസ്റ്റർ ചെയ്യണം, ഈ സിനിമ കഴിയുമ്പോഴെങ്കിലും ഇതെൻ്റെ പേരാന്നുള്ളത് അവർക്ക് ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സൂപ്പർ സിന്ദഗി തൊട്ടേ ആ ഒരു പ്രണവ് ടിയോഫിൻ എന്നുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വന്നിരുന്നു. ഓക്കെ. ഈ മാസ്റ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിക്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാസ്റ്ററിൽ ഏകദേശം 45 ദിവസം വിജയ് സാറിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ, ഐ മീൻ വിജയ് സാറിന്റെ ഒപ്പം ആ സെറ്റിൽ ഉണ്ടാവാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിച്ചെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് ലോകേഷിന്റെ വേൾഡിലേക്ക് ആദ്യം വരാം. അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അദ്ദേഹം സിനിമയെ കാണുന്ന രീതി, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ആ മനുഷ്യന്റെ ഒരേ സമയം ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, എന്നാൽ സിനിമയുടെ എല്ലാ വിധത്തിലുള്ള ഒരു ഗ്രാൻഡറും നമുക്ക് കാണാനും പറ്റും. എന്താണ് ലോകേഷ് സാറായിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ തുടക്കം? എങ്ങനെയായിരുന്നു ആ ഒരു സൗഹൃദം വന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ അമ്മയുടെ വീടാണ്, പാലക്കാട് എൻ്റെ ഡാഡിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളായിട്ട് ഞങ്ങൾ പോയി സെറ്റിലായ ഒരു സ്ഥലമാണ് വാളയാർക്ക് നിയർ ബൈ ആയിട്ട് തമിഴ്നാട് ബോർഡർ, അതായത് റോഡിനപ്പുറം തമിഴ്നാട്, റോഡിനിപ്പുറം കേരളം എന്നുള്ളൊരു മൂടാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള വീട്. അപ്പോൾ ഞാനിരിക്കുന്ന വീട്ടിൽ നിന്ന് ജസ്റ്റ് 20 മിനിറ്റ്സ് നിയർ ബൈ ആയിട്ടാണ് ലോകേഷ് സാറിൻ്റെ വീടുള്ളത്. കിണത്തുകടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ലോകേഷ് സാറിൻ്റെ ശരിക്കും ഹോം ടൗൺ. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള ഒരു ഡയറക്ടർ അവിടെ ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടോന്നോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ എൻ്റെ ട്രെയിൻ ഞാൻ വേറൊരു രീതിയിലേക്ക് ഞാൻ ചെന്നൈയിലേക്ക് എത്തുന്നു, പുള്ളി ഏതൊരു രീതിയിൽ അവിടേക്ക് എത്തുന്നു. ഞാൻ ഈ ഒരു ട്രാവലിലാണ് ഞാനൊരു 10-30 ഷോർട്ട് ഫിലിംസോളം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഒരു പാത്തിലാണ് എനിക്ക് ലോകേഷ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സന്തോഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ കോളേജ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബാച്ച്മേറ്റ് ആയിരുന്നു. മലയാളിയാണ്? അല്ല, പുള്ളി കോയമ്പത്തൂരുള്ളതാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഞാൻ അപ്പോൾ തന്നെ അഭിനയിക്കണം എന്നൊക്കെ പുള്ളി കാണുകയും, പുള്ളി അപ്പോൾ അതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ഷോർട്ട് ഫിലിംസിൽ. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ മൊത്തത്തിൽ എൻ്റെ ട്രാവലിൽ ഞാൻ സന്തോഷിനെ വിട്ടു. സന്തോഷം ഏതോ ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം, പക്ഷേ ലോകേഷ് സാറിൻ്റെ അടുത്ത് കൈദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കൈദി വന്ന ശേഷമാണ് ഞാൻ പക്ഷേ കുഞ്ഞു ഫോട്ടോസൊക്കെ ഞാൻ എപ്പോഴും അപ്പോൾ ഇൻസ്റ്റഗ്രാം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, അപ്പോൾ ഫേസ്ബുക്ക് ഒക്കെയാണ്. അപ്പോൾ ഫേസ്ബുക്ക് വഴി പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈദി കഴിഞ്ഞ ശേഷം, കൈദിയിൽ ഭയങ്കര ലിമിറ്റഡ് ക്രൂ ആണ്, കാസ്റ്റ്. അതിൽ ഒരാളൊക്കെ ഉണ്ടോന്ന് നിർത്തുക എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഫ്രണ്ടായിട്ടാണെങ്കിലും നമ്മളെ വിളിച്ച് നിർത്തുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം കാണും എന്നുള്ളത് അവനും തോന്നിയല്ല നമ്മൾ വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കൈദി കഴിഞ്ഞ പാട് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ തന്നെ അതിൽ കോളേജ് പോർഷൻസിൽ കുറേ പിള്ളേരെ വേണം. ഒരു 100-150 പേര് കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ട് വേണം. അതായത് അവർ സപ്പോസ് കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ തന്നെ അവർ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് വരും നാളെ വരില്ല, കണ്ടിന്യൂറ്റി മിസ്സാവും. അപ്പോൾ ഈ കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ട് ഓഡിഷൻ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും, ഏത് ഷോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ആർട്ടിസ്റ്റ് ആയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കോൾ വരുന്ന സമയത്ത് XB ഫിലിം ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ എന്നാണ് കോൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തമാശയായിരിക്കും, ആരെങ്കിലും വിളിച്ച് കളിയാക്കിയിരിക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും സന്തോഷിനെ ഞാൻ വിളിച്ചു, ഇന്ന പോലെ XB എന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു മച്ചാനെ, എന്താ സംഭവം, സത്യമാണ്, നീ ആരോടും പറയാൻ നിൽക്കണ്ട. കാരണം അവരുടെ ഒരു രീതി അങ്ങനെയാണ്, അവരാരോടും പറയില്ല. ലോകേഷ് സാറിൻ്റെ ടീം മൊത്തത്തിലൊരു എല്ലാം അങ്ങനെ അടച്ചുപിടിച്ച് പെട്ടെന്നുള്ളൊരു സർപ്രൈസ് ബ്ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ വിജയ് സാറിൻ്റെ പടമാണ്, ആരോടും പറയാൻ നിൽക്കണ്ടെന്ന്. അപ്പോൾ ഉള്ളിൽ ഒരുപാട് തുള്ളിച്ചാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ലോകേഷ് സാറിൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് പോകുന്നത്. പിന്നെ ലോകേഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ വീട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ്, സാർ ഞാൻ ഇന്ന പോലെ ഈ ഒരു ബോർഡർ ഏരിയയിലാണ്, എൻ്റെ വീടും അതിൻ്റെ അടുത്താണല്ലോ എന്നൊക്കെ പറയും. അപ്പോഴാണ് എനിക്ക് കണക്ട് ചെയ്യാൻ നോക്കും, അവിടെ നിന്നാണ് ലോകേഷ് സാറും വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഒരു യൂണിവേഴ്സ് കണക്ട് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ട്രൈ ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്തു, അവസാനം എന്നെ എത്തിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ കണക്ട് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണെന്നുള്ളത് എനിക്ക് അപ്പോൾ തോന്നി. പിന്നെ ലോകേഷ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ പോലെ തന്നെയാണ്, വളരെ കാഷ്വലാണ്. പുള്ളിക്ക് അറിയാം നമ്മളെവിടെന്നാണ് വരുന്നത് അല്ലെങ്കിൽ പുള്ളി എവിടെന്നാണ് വന്നതെന്നുള്ളത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഒരാൾക്കൊരു ക്യാരക്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും
അവൻ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ക്യാരക്ടർ അയാൾക്ക് ജസ്റ്റിഫൈ, അതായത് ഡയറക്ടർക്ക് ജസ്റ്റിഫൈ ആണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്ററിൽ നമുക്ക് ഇതുപോലൊരു ഇത് തന്നു, അതിൽ എൻ്റെ വർക്ക് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു, ഞാൻ എവിടേക്കോ എന്തൊക്കെയോ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും മേ ബി വിക്രമിലേക്ക് വീണ്ടും കാസ്റ്റ് ചെയ്തത്. സോ അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് പോകുന്ന അവരെ ടോട്ടൽ ക്രൂ 10-18 പേരുണ്ട്, അസിസ്റ്റൻസും അസോസിയേറ്റൊക്കെ ആയിട്ട്. എല്ലാവരുമായിട്ട് ഞാൻ നല്ല മിങ്കിളായി, നല്ലൊരു ബോണ്ടിങ്ങിൽ 2021 തൊട്ട് ഇപ്പോൾ 25 വരെ പോയി നല്ലൊരു കണക്ഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ലോകേഷ് സാറിൻ്റെ ഒരു ടീം. വിജയ് സാറിനോട് ഒരു ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ജനനായകൻ എന്നൊരു ടൈറ്റിലൊക്കെ. അദ്ദേഹമായിട്ട് ഫോട്ടോ എടുക്കുന്ന മൊമെന്റിൽ എന്താ സംസാരിച്ചത്? ഫോട്ടോ എടുക്കുന്ന മൊമെന്റ്, അതായത് വിജയ് സാറിനെ പോലെയുള്ള ഒരു വലിയൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഡെയിലി മാസ്റ്ററിൻ്റെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അറിയാൻ പറ്റും ഡെയിലി സെറ്റിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പുള്ളി ഭയങ്കര ഒബ്സർവിങ്ങാണ്. അപ്പോൾ ഇവന്മാരൊക്കെയാണ് കോളേജിൽ അഭിനയിക്കാൻ വന്നതെന്നുള്ളത് പുള്ളിക്ക് ആദ്യമേ അറിയായിരുന്നു. അപ്പോൾ ഡെയിലി വരും, നമ്മളിപ്പോൾ പേടിച്ച് മാറി നിൽക്കുന്ന സമയത്താണെങ്കിലും പുള്ളി ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ കൈയൊക്കെ തരും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് വിജയ് സാർ. അപ്പോൾ നമുക്ക് അത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു. ഈ ഫോട്ടോ എന്നുള്ളൊരു മൊമെന്റ് നമുക്ക് അറിയുകയില്ല. എന്തായാലും സിനിമ കഴിഞ്ഞ ശേഷം എവിടെന്നെങ്കിലും ഒരു സെൽഫി എങ്കിലും എടുത്തിട്ട് വന്നാൽ മതി എന്നുള്ളൊരു മൂഡിലായിരുന്നു നമ്മളെല്ലാവരും. ആ 130 പേരും കമ്പനി ആർട്ടിസ്റ്റായിട്ട് പോയവരെല്ലാവരും. പക്ഷേ ഷൂട്ടിംഗ് കഴിയാൻ പോകുന്നൊരു സമയത്ത് പെട്ടെന്ന് നിങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട് സാറ്, എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കണം സാറ് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഈ അവിടെ ഫൈറ്റ് നടക്കുമായിരുന്നു കോളേജിൽ. അപ്പോൾ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൊമെന്റ് അറിഞ്ഞപ്പോൾ ഞാൻ മരണവെപ്രാളം എടുത്ത് ഓടുക, നല്ലൊരു ഷർട്ട് ഇടാൻ. പിന്നെ ഞാൻ പോയി കോസ്റ്റ്യൂം എടുത്ത് തിരിച്ചു വന്നു. അങ്ങനെ 150 പേരുള്ള കാരണം ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല. പുള്ളി ഇങ്ങനെ നിൽക്കുന്നു, ചിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഞാൻ ആക്ച്വലി 21 എടുത്ത ഫോട്ടോ ആണ് ഇപ്പോൾ വരയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ വിജയ് സാർ എവിടെയും കണ്ടിട്ടില്ല, പുള്ളിയോട് ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് അതെനിക്ക് എപ്പോഴും ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു മെമ്മറി തന്നെയാണ്. പുള്ളി ആക്ച്വലി സെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയിലും ഇപ്പം പുള്ളി വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻ്റെ കൂടെയും പുള്ളി ഒരു ഫോട്ടോ കൊടുക്കും. കാരണം ഇനി അപ്പോൾ പുള്ളീനെ കാണുമെന്നുള്ളതൊന്നും നമുക്കും അറിയില്ല, പുള്ളിക്കും അറിയില്ല. അപ്പോൾ പുള്ളി ആ ഒരു മൊമെന്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഫോട്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഫോട്ടോ ആണത്. പിന്നെ ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരും വൃത്തിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എനിക്ക് കാൻഡിഡ് ആയിട്ട് ഒരു ഫോട്ടോ വേണമെന്നാണ്. ഞാൻ വിജയ് സാറിനെ നോക്കുന്നു, വിജയ് സാർ എന്നെ നോക്കുന്നു, ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പോയി നിന്നത്. പക്ഷെ ഞാനിങ്ങനെ പുള്ളിനെ നോക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഡേയ് പുള്ളിനെ പേടിപ്പിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുതല്ലോ, ഒരു വലിയ ആർട്ടിസ്റ്റ് നിൽക്കുന്നു, നമ്മളൊരു ഫോട്ടോ എടുത്ത് വരണം. പക്ഷെ ആ നിൽക്കുന്ന ഒരു ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു കളി രീതിയിലാണ് നിന്നത്. സോ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയൊരു മൊമെന്റ് ആണ്. പിന്നെ വേറൊരു ഫോട്ടോ ഉണ്ട്, മാസ്റ്ററിൽ വാത്തി കമ്മിങ്ങിന്റെ എൻഡ് ബിറ്റിൽ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ ഓടി വന്നിട്ട് ரொம்ப முடியலையா സാർന്ന്. അപ്പോൾ അതൊരു മേക്കിംഗ് ഫോട്ടോ ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്നേ വരെ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മാസ്റ്ററിന്റെ മെമ്മറി ഇപ്പോൾ വരെയും ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൂലിയിലേക്ക് വിളിച്ചിരുന്നോ? ഇല്ല, കൂലിയിലേക്ക് ആക്ച്വലി ഞാൻ ലോകേഷ് സാറിന്റെ ടീമുമായിട്ട് കണക്ട് ആവുന്നത് എനിക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ മാസ്റ്ററിലാണെങ്കിലും വിക്രമിൻ്റെ കാര്യം എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. മാസ്റ്റർ കഴിഞ്ഞ് ഞാൻ അടുത്തടുത്ത പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രമിലേക്ക് അവർ എന്നെ വിളിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ട്, ഇവനെ കൊണ്ട് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വിളിക്കുന്ന ഒരു രീതിയാണ് അവരുടെ. അപ്പം ഞാൻ ലോകേഷ് സാറായിട്ട് ഞാൻ സംസാരിക്കുമെങ്കിലും ഞാൻ പുള്ളിയുടെ അടുത്ത് അണ്ണ അടുത്ത പടത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കില്ല. പക്ഷെ ഞാൻ അസോസിയേറ്റ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ കണക്ഷൻ ചേട്ടാ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിലുണ്ടാവില്ലടാ എന്ന് ഓപ്പൺ ആയിട്ട് അവർ പറയുന്ന ഒരു രീതിയാണ്. കാരണം അവർ യൂണിവേഴ്സ് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് സ്റ്റാൻഡ് അലോൺ ആണോ ഒന്നും അവർ പറയില്ല. അപ്പോൾ നമുക്കിത് കുത്തി ചോദിക്കാനും പറ്റില്ല, അവർ പറയില്ല. കാരണം ലോകേഷ് സാർ എന്നെ മാസ്റ്റർ എന്നുള്ള ടൈറ്റിൽ റിലീസാണ് അതിൻ്റെ പിറ്റേ ദിവസമാണ് അസോസിയേറ്റ്സിന് വരെ അറിയുന്നത്. വാത്തി എന്നാണ് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും സസ്പെൻസീവ് ആയിട്ട് അത്രയും ഒരു സെക്യൂർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ലോകേഷ് സാർ എന്ന പേഴ്സണൽ വ്യക്തി. സോ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോയി പിൻ ചെയ്ത് എനിക്ക് ചാൻസ് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ ലോകേഷ് സാറിൻ്റെ അടുത്ത് ഞാൻ ചെയ്യാറില്ല. ബട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്നുള്ളത്. ഇപ്പൊ നരിവേട്ട ഞാൻ ചെയ്ത് നിൽക്കുന്നത് വരെ അവർക്ക് അറിയും. ഞാനിപ്പോൾ ഇതിന്റെ പ്രൊമോഷനായിട്ട് ഞാൻ പോയ സമയത്ത് നമ്മുടെ സെയിം ഹോട്ടലിൽ തന്നെയായിരുന്നു ലോകേഷ് സാർ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ അവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ നരിവേട്ടയുടെ ഒരു പരിപാടിയായിട്ട് വന്നത്. നല്ല റോളാണെന്ന് ചോദിച്ചു. നല്ല റോളാണ്, അത്യാവശ്യം നിൽക്കുന്നൊരു റോളാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കൂലിയുടെ തിരക്കിലാണ്. ഞാൻ ഏതായാലും ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മതിയല്ലോ, നമുക്ക് ആ ഒരു സന്തോഷം. അവരുടെ അസോസിയേറ്റ്സ് എല്ലാവരും കണ്ടു, അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഈ കൂലിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി കണ്ടിട്ട് മേ ബി വിളിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഓഡീഷൻസ് കൊടുത്തിട്ടുള്ള ഒരു അപ്കമിങ് ആക്ടർ എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ഒരു മെന്റൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അതായത്
ആളുകൾ നമ്മളെ തിരിച്ചറിയണം, നമുക്ക് വേഷങ്ങൾ വരണം. അതുകൊണ്ട് നമ്മളുടെ ഒരു നിത്യവൃത്തി എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞു പോകണം, നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം. ഇത് എപ്പോഴെങ്കിലും ഒരു ടെൻഷനായിട്ടോ പ്രഷറായിട്ടോ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് ടെൻഷനും പ്രഷറും കരച്ചിലും ഇമോഷനും എല്ലാം. അതായത് ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോയ്ചാട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത്. കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ട് തലവണ കടിച്ച് കരഞ്ഞ് രാത്രികളൊക്കെ ഒരുപാടുണ്ടെന്ന്. ഞാനും അത് അനുഭവിച്ചു വന്നത്. കാരണം അങ്ങനെയുള്ളൊരു സ്പേസിൽ നിന്ന് വരുമ്പോൾ, അതായത് നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സ്പേസിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമ്മളിതൊക്കെ എന്തായാലും അനുഭവിച്ചിരിക്കും. പിന്നെ നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നൊരു കാര്യം കൂടെ ഉണ്ട്. ആ ഒരു സർക്കിൾ കൂടെയാണ് നമ്മൾ ഇതിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു 500 രൂപ ആരുടെ അടുത്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ലിമിറ്റ്, എനിക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സേ ഉള്ളൂ, ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷേ ഞാൻ ഈ ചോദിക്കണവന്മാരുടെ അടുത്തും ചിലപ്പോൾ കാശ് ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് അവന്മാരെ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അവന്മാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഉള്ളപ്പോൾ തരും, ഇല്ലെങ്കിൽ എടാ ഇല്ല എന്ന് പറയുന്നൊരു ടീമാണ് നമ്മുടെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുവരെ ഈ ഒരു മൊമെന്റ് വരെ എനിക്ക് സപ്പോർട്ട് ചെയ്യായിട്ടുള്ളത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്, എൻ്റെ അമ്മയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അറിയാം ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട്സിനേക്കാളും എൻ്റെ വീട്ടിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയായിരുന്നു. ഞാൻ എവിടേക്കാണ് ഈ നെട്ടോട്ടം ഓടുന്നതെന്നുള്ളത് അമ്മയ്ക്ക് നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷം വരെയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവരെ വിട്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തു. സിനിമ എന്ന് പറയുന്ന ഒരു കടൽ പോലെയാണ്. നമ്മൾ അതിലേക്ക് എത്തി നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിളുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സും നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരെയും മുഷിപ്പിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൽ പല രീതിയിൽ നമുക്ക് തിരിഞ്ഞു പോകാം. ചിലപ്പോൾ ഇവർ തരുന്ന പൈസ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബാഡായിട്ടൊക്കെ പോകുന്നൊരു വഴിയുണ്ട്. കുറേ വഴികളുണ്ടല്ലോ. അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ആ രീതിയിലേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി കറക്റ്റാന്നുള്ളത് നമുക്കാദ്യം ബോധ്യം വരണം. നമ്മൾ പോകുന്ന വഴി കറക്റ്റാന്നുള്ളത് അവരെയും നമ്മൾ ബോധ്യപ്പെടുത്തണം. എന്നാലേ അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഊർജ്ജം പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ഇവൻ ഷോർട്ട് ഫിലിംസിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പടം കിട്ടുമ്പോൾ ഓക്കെ ഇവൻ സിനിമയിലേക്ക് എത്തിയിരുന്നത്. പിന്നെ ഇപ്പം നരിവേട്ട് എത്തി നിൽക്കുന്ന സമയത്ത് നീ വരണ്ട, നീ എറണാകുളത്ത് തന്നെ നിന്നോ, അല്ലെങ്കിൽ നീ ചെന്നൈയിൽ തന്നെ നിന്നോ, ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു ഇത് കിട്ടുന്നത് അവർക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതെ ഒരു പ്രോസസ്സും ചെയ്യാതെ ഇങ്ങനെ ഡമ്പായിട്ട് ഇങ്ങനെ വേസ്റ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവരും മടുക്കും, നമ്മളും മടുക്കും, നമ്മളെ ചുറ്റുമുള്ളവരും മടുക്കും. പിന്നെ അതായത് നമ്മളെ കണ്ട ഒരാൾ വരണം എന്ന് വിചാരിക്കുന്നവനും അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും എനർജറ്റിക് ആകും, നമ്മളെപ്പോലെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പുഷപ്പ് ആകും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഓറ ക്രിയേറ്റ് ചെയ്യണം നമ്മളെ ചുറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പോകുന്ന കറക്റ്റ് റൂട്ട് പിടിച്ച് പോവുക, എവിടെയും തിരിയാതെ കളയാതെ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു ഗുഡ് വൈബായിട്ട് നമ്മൾ ബ്രോ പറഞ്ഞ പോലെ നമ്മളെ യൂണിവേഴ്സ് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തിക്കും എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് ആക്ച്വലി. ഇനിയുള്ള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, ആൾക്കാരെ മുഷിപ്പിക്കാതെ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഡീസൻ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ളൊരു മൂഡിൽ പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. എവിടെയും ആരെയും മുഷിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സ് പോലെ തന്നെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാത്തിലും ടൈപ്പ് കാസ്റ്റ് ആയി പോകരുത് എന്നൊരു കാര്യം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. സോ ഒന്ന് മാറ്റിപ്പിടിച്ച് പോകാനുള്ള ഇനിയും അടിയാർത്ത അമ്മയുടെ പതിപ്പുകൾ ചെയ്യണ്ട. അതെ, അങ്ങനെയുള്ളൊരു ഷെയ്ഡ്സ് തീർച്ചയായിട്ടും. അതായത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും അവർ സ്ക്രീനിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. സോ അതുപോലെയുള്ള പരിപാടികളൊക്കെ പിടിച്ച് നല്ല നൈസായിട്ട് അങ്ങ് പോവുക എന്നുള്ളൊരു തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ട് ഇപ്പം പ്രധാന ഫോക്കസിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ വളർച്ചയാണ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനിയും നമ്മൾക്ക് സംസാരിക്കാനുള്ള ഇടയുണ്ടാവട്ടെ ഒരു സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം. തീർച്ചയായും. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇതാ ആരംഭിക്കുന്നു. Jewelry shoppingന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler.